ഇന്ന് ടൊയോട്ട എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ആ ബ്രാൻഡിന്റെ വിശ്വാസ്യത, മെയിൻ്റനൻസ് കുറവ്, റീസെയിൽ വാല്യൂ എന്നിവയെ കുറിച്ചാണ്. എന്നാൽ ഈ ആഗോള ഭീമന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ഒരു ചെറിയ ജാപ്പനീസ് ഗ്രാമത്തിൽ തൻ്റെ അമ്മയുടെ ജീവിതം എളുപ്പമാക്കാൻ സ്വപ്നം കണ്ട ഒരു ആൺകുട്ടിയുടെ കൈകളിൽ ആരംഭിച്ച ഒരു വലിയ കമ്പനിയുടെ കഥ. ആം വിപിൻ, വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. വർഷം 1867 യഗമുച്ചി എന്ന ചെറിയ കാർഷിക ഗ്രാമത്തിൽ സാക്കിച്ചി ടൊയോട്ട എന്ന ആൺകുട്ടി ജനിച്ചു. ഒരു ദരിദ്ര മരപ്പണിക്കാരന്റെ മകൻ. അവൻ വളരുന്നതിനിടയിൽ എല്ലാ ദിവസവും തന്റെ അമ്മ ഒരു കൈത്തറിയിൽ തുണി നെയ്യാൻ പാടുപെടുന്നത് സാക്കിച്ചി കണ്ടുകൊണ്ടിരുന്നു. അമ്മ ചെയ്യുന്ന ആ ജോലി വളരെ മന്ദഗതിയിലുള്ളതും ക്ഷീണിപ്പിക്കുന്നതുമായിരുന്നു. അപ്പോഴാണ് ആ കുഞ്ഞു മനസ്സിൽ ഒരു ആശയം ഉണർന്നത്. യന്ത്രങ്ങൾക്ക് ആളുകളെ മികച്ച ജീവിതം നയിക്കാൻ സഹായിക്കാനായാലോ? ഈ ചിന്തയാണ് ഇന്ന് ടൊയോട്ട എന്ന ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തിന്റെയും വിത്തായി മാറിയത്. നമ്മുടെ നായകൻ സാക്കിച്ചി ടൊയോട്ട അല്ല, അദ്ദേഹത്തിന്റെ മകൻ കിച്ചിറോ ടൊയോട്ട. അദ്ദേഹത്തിന്റെ കഥയാണിത്. യഥാർത്ഥത്തിൽ സാക്കിച്ചി ടൊയോട്ട തന്റെ കമ്പനി ആരംഭിച്ചത് കാറുകളിൽ നിന്നല്ല. 1926 അദ്ദേഹം ടൊയോട്ട ഓട്ടോമാറ്റിക് ലൂം വർക്ക് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വളരെ വിജയമായിരുന്നു. അതിനാൽ തന്നെ ബ്രിട്ടീഷുകാർ അതിന്റെ പേറ്റന്റ് വാങ്ങി. ആ പണം ഉപയോഗിച്ച് സാക്കിച്ചിയുടെ മകൻ കിച്ചിറോ ടൊയോട്ട ഒരു പുതിയ സ്വപ്നത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. യന്ത്രങ്ങളിൽ ചക്രങ്ങളും കൂടിയുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നമാണ് ടൊയോട്ട എന്ന കമ്പനിയിലേക്കുള്ള തുടക്കം. വർഷം 1937 കിച്ചിറോ ടൊയോട്ട ആ പേറ്റന്റ് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് ടൊയോട്ട മോട്ടോർ കമ്പനി സ്ഥാപിച്ചു. ആ സമയത്ത് ജപ്പാൻ അവിടെയുള്ള മിക്ക കാറുകളും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ രാജ്യമായ ജപ്പാനിൽ തന്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും നിർമ്മിക്കാൻ കിച്ചിറോ വളരെയധികം ആഗ്രഹിച്ചു. താങ്ങാനാവുന്നതും ഈടു നിൽക്കുന്നതും വിശ്വസനീയവുമായ ഒന്നായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു മുമ്പ് ഒരു കാർ കമ്പനി ആരംഭിക്കുക എന്നത് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ കിച്ചിറോ അത് സാധിച്ചെടുത്തു. യുദ്ധങ്ങൾ മൂലം സാമ്പത്തിക തകർച്ച ഉണ്ടായിരുന്നു. എന്നിട്ടും ടൊയോട്ട കുടുംബം ഒരിക്കലും ആ കമ്പനിയെ കൈവിട്ടില്ല. അവരുടെ മുദ്രാവാക്യം ലളിതമായിരുന്നു: ക്ഷമയോടെ ഇരിക്കുക, ലക്ഷ്യബോധത്തോടെ നിർമ്മിക്കുക, എല്ലാ ദിവസവും മെച്ചപ്പെടുത്തുക. ആ മനോഭാവം പിന്നീട് ടൊയോട്ട വേ എന്നറിയപ്പെട്ടു. ഒരു ആഗോള ഇതിഹാസത്തിന്റെ ഉദയം. 1950കളിൽ ടൊയോട്ടയുടെ കാർ ആദ്യമായി കയറ്റുമതി ചെയ്യപ്പെട്ടു. US-ൽ വിറ്റഴിക്കപ്പെട്ട ആദ്യത്തെ ജാപ്പനീസ് കാറായി ടൊയോട്ട ക്രൗൺ മാറി. അത് ജനശ്രദ്ധ നേടിയതിനു പിന്നാലെ തന്നെ ടൊയോട്ട കൊറോള വന്നു. വിശ്വാസ്യതയെ നിർവചിക്കുന്ന കാർ. വർഷം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ടൊയോട്ടയുടെ മുഖം തന്നെയാണ് ഇപ്പോഴും കൊറോള എന്ന ഈ കാർ. 1980കളോടെ ടൊയോട്ട ലോകത്തിലെ ഒരു ആഗോള ശക്തിയായി മാറി. ആളുകൾക്കിടയിൽ ടൊയോട്ട എന്ന ബ്രാൻഡിന്റെ വിശ്വാസം കൂടി വന്നു. ലാൻഡ് ക്രൂയിസർ എന്ന വമ്പൻ അറബി നാടുകളിലെ മരുഭൂമികൾ കീഴടക്കി. ദുബായിലെ സഫാരികളിൽ പോയിട്ടുള്ളവർക്കറിയാം ലാൻഡ് ക്രൂയിസറിന്റെ ആരാധകർ എത്രത്തോളമാണെന്ന്. ആനയുടെ തലയെടുപ്പോടെ ലാൻഡ് ക്രൂയിസർ ഇപ്പോഴും ജനമനസ്സുകളിൽ മുന്നിൽ തന്നെയുണ്ട്. ടൊയോട്ട കാംറി എന്ന മോഡൽ വന്നതോടെ കുടുംബങ്ങൾ ആ കാർ ഏറ്റെടുത്തു. നീളൻ സെഡാൻ കാറായ കാംറി കംഫർട്ടിന്റെ അങ്ങേയറ്റമാണെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. 1997 പുറത്തിറക്കിയ ടൊയോട്ട പ്രിയൂസ് ലോകത്തിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈബ്രിഡ് കാറായി മാറി. ടൊയോട്ടയുടെ ഹരിതഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തെളിയിക്കുന്നതായിരുന്നു ആ തീരുമാനം. ഇന്ന് ടൊയോട്ട വെറും ഒരു കാർ കമ്പനിയല്ല. മേഴ്സിഡസ്, BMW, ഓഡി, വോൾവോ അങ്ങനെ ആഡംബര കാറുകൾ അരങ്ങുവാഴുമ്പോഴും ടൊയോട്ട എന്ന ബ്രാൻഡിനെ തട്ട് താണു തന്നെ ഇരിക്കുന്നു. ഇന്ത്യയിൽ ഒരു ടൊയോട്ട കാർ വാങ്ങാൻ ഒരാൾ തീരുമാനിച്ചാൽ അവൻ റിച്ച് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ടൊയോട്ട വാങ്ങണമെങ്കിൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ തുടക്കത്തിൽ കൊടുക്കുന്ന ക്യാഷ് മുതലാണ് എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. കാരണം മെയിൻ്റനൻസിന് പോക്കറ്റ് കാലിയാക്കാതെ തന്നെ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ടൊയോട്ട എന്ന കാർ കമ്പനി ജനമനസ്സുകളിൽ ഇത്രയേറെ മുന്നിലെത്തിയത്. ടൊയോട്ട ഇത് വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഒരു കാർ നിർമ്മിച്ചു, ഒരു ബന്ധം തന്നെ അതിലൂടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ഒരു സമയം, ഒരു വാഗ്ദാനം. ടൊയോട്ട എന്ന കമ്പനിയെ എല്ലാവരും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ടൊയോട്ടയുടെ വിജയം യന്ത്രങ്ങളിൽ നിന്നല്ല. ഫാക്ടറിയുടെ തറ മുതൽ ഡീലർഷിപ്പ് വരെ എല്ലാവരും തങ്ങളുടെ പരമാവധി കമ്പനിക്ക് വേണ്ടി നൽകുമെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ വിജയം വരുന്നത്. ഈ തത്വചിന്തയെ ജനങ്ങളോടുള്ള ബഹുമാനം എന്ന് വിളിക്കുന്നു കമ്പനി. ടൊയോട്ട എന്ന കമ്പനിയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു ലൈൻ വർക്കറിന് പോലും ഒരു പ്രശ്നം കണ്ടാൽ മുഴുവൻ ഉൽപാദനവും നിർത്താൻ പോകുന്ന അധികാരമുണ്ട്. അതാണ് വിശ്വാസം, കമ്പനിയുടെ വിശ്വാസം.
ആളുകളെ വിശ്വസിക്കുമ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് ടൊയോട്ട കമ്പനി വിശ്വസിക്കുന്നു. ഒരു ചെറിയ ജാപ്പനീസ് ഗ്രാമത്തിലെ ഒരു മരത്തറയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കാറുകൾ എല്ലാ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളിലേക്ക് വളർന്ന ടൊയോട്ട എന്ന ബ്രാൻഡിന്റെ വിജയരഹസ്യം ഏറ്റവും മികച്ചത് കൊടുക്കുക, ഏറ്റവും നല്ലത് ചെയ്യുക എന്ന ചിന്തയായിരിക്കാം. വിശ്വാസത്തിനും നവീകരണത്തിനും ലോകത്തെ മാറ്റാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ടൊയോട്ടയുടെ യാത്ര. നിങ്ങൾ കാറുകൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ മികച്ച ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നു. ഇത് ടൊയോട്ടയുടെ കഥയാണ്. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ആത്മവിശ്വാസത്തോടെ തന്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് കൊണ്ട് അത്രമേൽ വിശ്വാസത്തോടെ വാങ്ങാൻ കഴിയുന്ന ഒരേ ഒരു ബ്രാൻഡ് അത് ടൊയോട്ട ആണെന്ന് കിച്ചിറോ എന്ന ആ മനുഷ്യൻ കാണിച്ചു കൊടുത്തു. വിശ്വാസം എന്ന 3 അക്ഷരത്തിനേക്കാൾ വലുതായ മറ്റൊരു മാർക്കറ്റിംഗുമില്ലെന്ന് പറയാതെ പറയുന്നു അദ്ദേഹം. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.